Hello friends, Hi Kitchen Recipes in മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു ഈസി കോളിഫ്ലവർ കറിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും തന്നെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള നല്ല റെസിപ്പി വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലിൽ സ്ഥിരമായി അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിന് നമ്മൾ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഫുള്ളി ഫ്രീ ആണ്. ഓക്കെ, ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/4 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം. ഈ കറിക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർക്കുന്നത്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി പേസ്റ്റാണ്. 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, ചെറിയ അല്ലിയാണെങ്കിൽ 4 എണ്ണം വരെ ആകാം. പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു ചെറിയ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു വലിയ സവോള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സവോള വാടിക്കിട്ടും. സവോളയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറിത്തുടങ്ങും. ആ സമയത്ത് ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ചേർക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഗരം മസാലയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടണേ. ആ സമയത്ത് പച്ചമണം മാറിക്കഴിയുമ്പം നമുക്കിതിലോട്ട് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 3.5 കപ്പ്, മെഷറിംഗ് കപ്പിൽ 3.5 കപ്പ് കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപ്പും മഞ്ഞൾ വെള്ളത്തിലും ഇട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തതാണിത്. ഇത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇതിലോട്ട് ഞാൻ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. കോളിഫ്ലവർ പെട്ടെന്ന് തന്നെ വേകുന്നൊരു സംഭവമാണ്, അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ വേകാനായിട്ട്. ഇതിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ ഒരു സംഭവം കൂടെ ചേർക്കുന്നുണ്ട്. അതാണ് ഈ റെസിപ്പിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് എന്താണെന്ന് അവസാനം വരെ കണ്ടു നോക്കുക കേട്ടോ. നന്നായിട്ട് തിളയ്ക്കുന്നുമുണ്ട്, പെട്ടെന്ന് തന്നെ കോളിഫ്ലവർ വെന്ത് കിട്ടിയിട്ടുമുണ്ട്. ഇനിയാണ് നമ്മൾ ഈ റെസിപ്പിയുടെ മെയിൻ ഹൈലൈറ്റായ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. ഞാൻ ഇതിലോട്ട് 1/2 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണോട്ടോ ചേർക്കാനായിട്ട്. കാരണം ഈ തേങ്ങാപ്പാലിൽ അങ്ങോട്ട് തിളപ്പിക്കാനൊന്നും പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് അപ്പം തന്നെ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലും കൂടി ഒഴിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് കൂട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.